തീർച്ചയായും സർക്കാർ ഈ കാര്യത്തിൽ ഇക്കഴിഞ്ഞ 9 വർഷവും കേരളീയ ജനതയോട് കാണിക്കുന്ന അതേ സമീപനം തന്നെയാണ് ഈ കാര്യത്തിലും കാണിച്ചത് എന്നുള്ളതോടുകൂടി നമുക്ക് വെളിവാവുകയാണ്. സംസ്ഥാനത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വളരെ കൊട്ടിഘോഷിച്ച് വാർത്താ സമ്മേളനം നടത്തി കായിക ലോകത്തോട്, അതുപോലെ തന്നെ ഈ മെസ്സി ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകരോട് നൽകിയ ഏറ്റവും വലിയൊരു വാഗ്ദാനമായിരുന്നു മലയാളക്കരയിലേക്ക് മെസ്സിയെ എത്തിക്കുമെന്നുള്ളത്. എങ്ങനെ എത്തിക്കും, എന്താണ് അതിന്റെ ചെലവ്, ആരതിന്റെ ചെലവ് വഹിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് അവ്യക്തത ഉണ്ടായിരുന്നു. ആദ്യം ഇക്കാര്യം ഏറ്റെടുത്തിരുന്നത് ഒരു വ്യാപാര സംഘടനകളായിരുന്നു. പിന്നീട് അവർ അതിൽ ഒഴിയുന്നു. പിന്നീട് വരുന്നതിന് സ്പോൺസർഷിപ്പുമായി മറ്റൊരു മാധ്യമ സ്ഥാപനം രംഗത്ത് വരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചു കേരളക്കരയിലേക്ക് മെസ്സി എത്തുമെന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ഇവർക്ക് ഇത് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, ഇത് എങ്ങനെ ഇതിന് സാധ്യമാകും, അതിന് നൽകേണ്ട വലിയ തുക എങ്ങനെ സമാഹരിക്കും എന്നുള്ളതൊക്കെ ആശങ്കകൾ അന്ന് നിലനിൽക്കുകയായിരുന്നു. പക്ഷേ ആ ആശങ്കകൾക്കൊക്കെ ആസ്ഥാനത്താക്കുന്ന തരത്തിൽ മന്ത്രിയുടെ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ മന്ത്രിയുടെ ഇടപെടലുകൾ കൊണ്ടൊക്കെ അത് സാധ്യമാകും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷെ വീണ്ടും മെസ്സി മലയാളക്കരയിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ്. ഈ കാര്യത്തിൽ മന്ത്രി, കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി കേരളത്തിലെ കായിക സമൂഹത്തെ കബളിപ്പിച്ചിരിക്കുകയാണ്, മലയാളിയെ കബളിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ മെസ്സിയോടുള്ള ആരാധനമൊത്ത്, അല്ലെങ്കിൽ മെസ്സി എന്ന് പറയുന്ന വലിയൊരു പ്രതിഭയെ കാണാൻ അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞ മലയാളിയോട് ഇതിൽ മാപ്പ് പറയൽ നിർബന്ധമായ ഒരു സാഹചര്യം എത്തിച്ചിരിക്കുകയാണ് ഈ സാഹചര്യം കൊണ്ട്. ശ്രീ സിദ്ദിഖ് പന്താവൂർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു കബളിപ്പിക്കൽ രീതിയിലേക്ക് ഈ മെസ്സിയെ കൊണ്ടുവരാമെന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് ഇതിനെ ഇപ്പോൾ മറ്റു തലത്തിലേക്ക് ചർച്ചയായിപ്പെടുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നാണം കെട്ട് നിൽക്കുന്ന പിണറായി സർക്കാരിന്റെ ഒരു രീതി അത് തന്നെയാണ് ഇതിലൂടെ ഓരോ കായിക പ്രേമികളും ഇതിനെ വിലയിരുത്തുന്നതും. അപ്പോൾ ഈ മെസ്സിയെ എത്തിക്കുന്നതിൽ ശരിക്കും കേരളത്തിൽ എവിടെയാണ് പിഴച്ചിരിക്കുന്നത്? അത് മാത്രമല്ല, അർജന്റീനയുമായുള്ള ഒരു കരാർ, ഒരു റെഡ് കാർഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, അത് ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാർ തന്നെ വരുത്തിവെച്ച ഒരു വിനയല്ലേ? തീർച്ചയായും മെസ്സിയെ പോലുള്ള രാജ്യാന്തര ഒരു ഫുട്ബോൾ താരം കേരളക്കരയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്ക് സന്ദർശിക്കുക അല്ലെങ്കിൽ വരിക എന്നുള്ളതൊക്കെ ഒരുപാട് കരാറുകളുടെയും ഒരുപാട് നിബന്ധനകളുടെയും ബലത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു സുപ്രഭാതത്തിൽ മെസ്സിയെ ഞാൻ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചാൽ അത് ഒരു സ്ഥാപനത്തിന് സാധ്യമാകാത്ത കാര്യമാണ്. പക്ഷെ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടതായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ ഈ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് മെസ്സി ലോക റാങ്കിങ്ങിൽ വലിയ റേറ്റിംഗിൽ നിൽക്കുന്ന ഒരു താരമാണ്. ആ താരത്തെ കൊണ്ടുവരുന്നതിന് ചെലവാക്കേണ്ട തുക ആര് ചെലവാക്കുമെന്നുള്ളതും അവ്യക്തതയായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ പിണറായി സർക്കാർ സ്വീകരിച്ച അല്ലെങ്കിൽ ഇടതു ഗവൺമെന്റ് സ്വീകരിച്ച സമീപനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വെറും കയ്യടി നേടാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്നുള്ളതും അത് പൂർത്തീകരണ ഘട്ടത്തിലെത്തുമ്പോൾ ഒരിക്കലും സാധ്യമാവില്ല എന്നുള്ളതും തുടക്കം മുതൽ തന്നെ ഇതിനെക്കുറിച്ച് യാഥാർത്ഥ്യം അറിയുന്നവർ, കായിക ലോകത്തുള്ള ആളുകൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും ഈ കാര്യത്തിലും മന്ത്രിസഭ ആ പൂർണ്ണാർത്ഥത്തിൽ ഇതിനെ കബളിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹോംവർക്കും നടത്താതെ സാധ്യമാകാത്ത കാര്യം നടപ്പിലാക്കുമെന്ന് വീമ്പ് പറഞ്ഞ കായിക മന്ത്രി, കായിക വകുപ്പ് ഇതിനൊക്കെ വലിയ മറുപടി കേരളീയ സമൂഹത്തോട് പറയേണ്ടി വരും. തീർച്ചയായും ഇത് കേവലം നമ്മളെ മാത്രമല്ല, മെസ്സി എന്ന് പറയുന്ന ഒരു ലോകോത്തര താരത്തോട് പോലും വലിയ വഞ്ചനയാണ്, വലിയ ചതിയാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചതിയും ഈ വഞ്ചനയും അത് മാപ്പർഹിക്കാത്തതാണ്. വിശിഷ്യ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മെസ്സിയിലുള്ള ആരാധന, മെസ്സി എന്ന വലിയ പ്രതിഭയിലുള്ള ആരാധന, അവർ അതിനെ ആഗ്രഹിച്ച് കഴിയുന്നവരോട് ചെയ്തിരിക്കുന്നത് ഒരു വലിയ ചതിയാണ്. ആ പാതകം മറക്കാനും പൊറുക്കാനും കഴിയുന്നതല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആദ്യം മുതൽ തന്നെ ഇതിന്റെ വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനിടയിൽ തന്നെ ചില PR വർക്കുകൾ നടന്നു. ഏജൻസിയുമായി ഇതിന് മുന്നോട്ട് പോകാൻ ചില കരാറുകളിലൊക്കെ നടക്കുകയെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ സാമ്പത്തിക ഇടപാട് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിലപ്പോൾ നാളെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഉടൻ തന്നെ ആവശ്യമല്ലേ? ഒരു സംശയമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലോക റാങ്കിങ്ങിൽ വലിയ റേറ്റിംഗിൽ നിൽക്കുന്ന ഒരു താരത്തെ കൊണ്ടുവരുന്നതിന്റെ ചെലവ് അതൊരു സ്വകാര്യ വ്യക്തി ഏൽക്കാം അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനം ഏൽക്കും എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ അവിടുന്ന് അവർ പണം സമാഹരിക്കും? ഏത് തരത്തിലാണ് അതിന്റെ സമാപനം? അതിന്റെ അഡ്വാൻസ് കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ നയം എന്താണ്? ഈ കാര്യത്തിൽ സർക്കാർ എത്ര രൂപ ചെലവഴിക്കും? ആ ചെലവഴിക്കുന്ന തുക എങ്ങനെ സമാഹരിക്കും? ആ കാര്യത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ച് ഇപ്പോൾ സർക്കാരിന് പണം ചെലവഴിച്ചിട്ടുണ്ട്, ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്? ഇതൊക്കെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് സ്വീകരിച്ച ഒരു നടപടി ആയതുകൊണ്ട് മറുപടി പറയാൻ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. നാളുകളിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങൾ സുതാര്യമായി ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള എന്തെല്ലാം അന്വേഷണമാണോ നടത്താൻ കഴിയുക, അന്വേഷണങ്ങൾ നടത്തി ഈ പ്രഖ്യാപനത്തിലൂടെ മാത്രം കൊണ്ടുവരാൻ കഴിയാത്ത, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത ഈ പ്രഖ്യാപനത്തിലൂടെ മാത്രം
സർക്കാർ ഖജനാവിന് എത്ര രൂപ നഷ്ടപ്പെടുത്തി എന്നുള്ളത് കൂടി പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്താൻ കായിക വകുപ്പിന്, കായിക മന്ത്രിക്ക് ബാധ്യതയുണ്ട്. തുടരെയുള്ള അന്വേഷണങ്ങൾ, ദിവസങ്ങളിൽ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ, യുവജന സംഘടനകൾ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ രംഗത്തുണ്ടാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.